നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ വൈകിപ്പിക്കുന്നത് കേസിലെ 8ാം പ്രതിയും നടനുമായ ദിലീപാണ് എന്ന് മുഖ്യപ്രതി പൾസർ സുനി. ജാമ്യാപേക്ഷ സുപ്രീം കോടതി പരിഗണിക്കുന്നതിനിടെയാണ് പൾസർ സുനിയുടെ അഭിഭാഷകൻ ഇത്തരത്തിലൊരു കാര്യം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. കേസിലെ വിചാരണ നീണ്ടുപോകുകയാണ് എന്നും ഇതിനാൽ ജാമ്യം തന്റെ അവകാശമാണെന്നുമായിരുന്നു പൾസർ സുനിയുടെ വാദം. കേസിൽ നീതിപൂർവമായ വിചാരണ നടക്കുന്നില്ല എന്നും ദിലീപിന്റെ അഭിഭാഷകനാണ് വിചാരണ നീട്ടിക്കൊണ്ടുപോകുന്നത് എന്നും പൾസർ സുനി വാദിച്ചു. അതേസമയം കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ 7 മാസങ്ങളിലായി 87 തവണ ദിലീപിന്റെ അഭിഭാഷകൻ വിസ്തരിച്ചതായും സംസ്ഥാന സർക്കാരും കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ഇതിനെ രൂക്ഷമായ ഭാഷയിലാണ് സുപ്രീം കോടതി വിമർശിച്ചത്. എങ്ങനെയാണ് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ കേസിലെ 8ാം പ്രതിയായ ദിലീപിന്റെ അഭിഭാഷകന് ഇത്രയും കാലം വിചാരണ ചെയ്യാൻ കോടതി അനുവദിച്ചത് എന്നതായിരുന്നു സുപ്രീം കോടതിയുടെ ചോദ്യം. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇത്രയും നീണ്ട കാലയളവിൽ വിസ്തരിച്ചപ്പോൾ പ്രോസിക്യൂഷൻ എതിർത്തൊന്നും പറഞ്ഞില്ല എന്ന് പൾസർ സുനിയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. കേസുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായ നീതി നിഷേധമാണ് താൻ അനുഭവിക്കുന്നത് എന്നും പൾസർ സുനി കൂട്ടിച്ചേർത്തു. കേസിലെ പ്രതികളാക്കപ്പെട്ടവർക്ക് തുല്യനീതി ലഭിക്കുന്നില്ല എന്നും താൻ ജയിലിൽ കഴിയുകയും കേസിലെ മുഖ്യ സൂത്രധാരൻ എന്ന് പറയുന്ന പ്രമുഖ നടൻ ജാമ്യത്തിൽ കഴിയുകയും ചെയ്യുന്ന വൈരുദ്ധ്യമുള്ള കാഴ്ചയാണ് കാണാനാകുന്നത് എന്നും സുനി പറഞ്ഞു. വിചാരണ അനന്തമായി നീളുകയാണ് എന്നും കേസിലെ മറ്റ് പ്രതികളെല്ലാം ജാമ്യത്തിലാണ് എന്നും പൾസർ സുനിയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. ഇത് അംഗീകരിച്ച് സുപ്രീം കോടതി സുനിക്ക് ജാമ്യം അനുവദിക്കുകയായിരുന്നു. പൾസർ സുനിക്ക് വേണ്ടി അഭിഭാഷകരായ ശ്രീറാം പാറക്കാട്ട്, സതീഷ് മോഹനൻ എന്നിവർക്കൊപ്പം മുതിർന്ന അഭിഭാഷകൻ കെ പരമേശ്വരം ഹാജരായി. സുനിയുടെ ജാമ്യാപേക്ഷ അനുവദിക്കരുത് എന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ രഞ്ജിത്ത് കുമാർ പറഞ്ഞു. അദ്ദേഹം സമൂഹത്തിന് ഭീഷണിയാണ്, വീണ്ടും അത് സംഭവിക്കും. അയാൾ ലൈംഗിക അതിക്രമത്തിന്റെ വീഡിയോ ചിത്രീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെയായിരുന്നു രഞ്ജിത്ത് കുമാറിന്റെ വാദം. എന്നാൽ ഇത് സുനിയുടെ അഭിഭാഷകനായ പരമേശ്വർ തള്ളി. കേസിന്റെ വിചാരണ ഇഴഞ്ഞു നീങ്ങുമ്പോഴും സുനി വർഷങ്ങളായി ജയിലിൽ തുടരുകയാണ് എന്ന് പരമേശ്വർ വാദിച്ചു. ഇത് എന്ത് നീതിയുക്തമായ വിചാരണയാണ്? 7.5 വർഷം ജയിൽവാസം, 85 ദിവസത്തിനു ശേഷം പ്രമുഖ നടൻ ജാമ്യം തേടിയപ്പോൾ സർക്കാർ എതിർത്തില്ല. ഇക്കാര്യമെല്ലാം പരിഗണിച്ച കോടതി സുനിക്ക് ജാമ്യം ലഭിക്കാൻ അർഹതയുണ്ട് എന്ന് നിരീക്ഷിക്കുകയായിരുന്നു. പൾസർ സുനി സമർപ്പിച്ച 3ാമത്തെ ജാമ്യാപേക്ഷയാണ് സുപ്രീം കോടതി പരിഗണിച്ചത്. അറസ്റ്റിലായി 7.5 വർഷത്തിന് ശേഷമാണ് പൾസർ സുനി ജയിലിന് പുറത്തേക്ക് ഇറങ്ങുന്നത്. 2017 ഫെബ്രുവരി 23 മുതൽ പൾസർ സുനി ജയിലിലാണ്. നടൻ ദിലീപ് ഈ കേസിലെ 8ാം പ്രതിയാണ്. നിലവിൽ എറണാകുളം സബ് ജയിലിലാണ് സുനി. ജാമ്യം തേടി 10ഓളം തവണ പൾസർ സുനി ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും ജാമ്യാപേക്ഷ നിരസിക്കുകയായിരുന്നു. ജസ്റ്റിസുമാരായ അഭയ്, പങ്കജ് മിത്തൽ എന്നിവർ തുടങ്ങിയ ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചത്. മുതിർന്ന അഭിഭാഷകനായ രഞ്ജിത്ത് കുമാറിന് പുറമെ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിഷേ രാജൻ ശങ്കറും സർക്കാരിനായി സുപ്രീം കോടതിയിൽ ഹാജരായിരുന്നു.